മിന്നുവിൻ്റെ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്കൊരു പാംഫ്ലെറ്റ് കിട്ടി, മാജിക് ഷോ ഉണ്ടെന്ന്. അപ്പം മിന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഏറ്റവും എൻ്റെ ബെസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞ് അവളാണ് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം മുന്നിൽ നിന്ന് എടുത്തത്. അപ്പം ഞങ്ങൾ കയറി. അപ്പോൾ അതിനകത്ത് ഹൈലൈറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് മാജിക് ഷോയുടെ ക്ലിപ്പിങ്സാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇത് ആ വ്യക്തി അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ വേറൊരു കാര്യം. പിന്നെ ഇത് ഇയാളുടെ കൈ അതിനകത്തോട്ടിട്ട് ഇത് വളരെ അപൂർവമായിട്ടുള്ള വീഡിയോ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഏതായാലും ഇങ്ങനെ കൈ അകത്തിട്ടിട്ട് അയാളുടെ കയ്യിൽ ബ്ലേഡ് കയറ്റുകയാണ്. അപ്പം നടുഭാഗത്ത് അയാളുടെ കൈ ഉറപ്പായിട്ടും ഉണ്ട്, അല്ലെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങളും ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്, വേദനയുണ്ടെന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ അത് ജസ്റ്റ് ബ്ലേഡൊന്നും ആയിരിക്കില്ല, അവിടെ വരുമ്പോൾ അത് തങ്ങി നിൽക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതേ നടുഭാഗം അയാൾ പൊക്കിയപ്പോൾ പേടിയാവുന്നു. കാരണം നടുഭാഗത്ത് അയാളുടെ കൈ ഇല്ല. അപ്പോൾ ഇതെന്തോ മാജിക്കാണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് അയാൾ കൈ തൊട്ടൊക്കെ നോക്കുന്നു, പക്ഷേ ഇതെങ്ങനെ സാധിക്കും? നടുഭാഗത്ത് അയാളുടെ ഭാഗമില്ല. ഇത് ഇയാൾ കൈ വിട്ടു നോക്കി. ഇതേ അപ്പോൾ പിന്നെ അതെന്തോ മാജിക്ക്, അതെങ്ങനെയാണ് കാണാതെ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഏതായാലും പിന്നെ അത് മാറ്റിയത് അയാളുടെ കൈ അവിടെ ഉണ്ട് കേട്ടോ. അത് പക്ഷേ വെപ്പ് കൈ അല്ല, പക്ഷെ അത് തന്നെയാണ്, ആർക്കറിയാം. എന്തായാലും കാണുമ്പോൾ പേടിയാവുന്നു, പക്ഷേ ശരിക്കും ഉഗ്രം തന്നെയായിരുന്നു. വളരെ ക്വാളിറ്റി ഉള്ള മാജിക് തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ എല്ലാം തന്നെ. അയാൾ തിരിച്ച് കൈ കൊണ്ടിരിക്കുകയാണ്, തിരിച്ചു വെക്കുകയാണ്. അപ്പം വളരെ വളരെ ആകാംക്ഷയോടെ തന്നെ നമ്മൾ കണ്ടിരുന്ന ഒരു മാജിക് തന്നെയാണ്. ഏതായാലും അയാൾ ഇതേ കൈ വെളിയിലോട്ട് എടുക്കുകയാണ്. നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. ബ്ലേഡെല്ലാം തിരിച്ചെടുക്കുകയാണ്. ഇതേ കൈ അയാൾ വളരെ ഈസി ആയിട്ട് ഊരിയെടുത്തു. അപ്പോൾ മിന്നുമൊക്കെ പേടിച്ചു പോയി. അത് വളരെ രസകരമായിട്ട് അയാൾ ഓരോ ഇത് കഴിയുമ്പോഴും ഇത് താനോസിൻ്റെ കയ്യിലെ ഇൻഫിനിറ്റി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇയാൾ ഈ മൂടി വെച്ചിരിക്കുന്ന ആളെ നമ്മളെ കാണിച്ചിട്ടാണ് മൂടിയത്. എന്നിട്ട് ഇയാൾ 1 2 3 പറയുമ്പോഴത്തേക്കിനും ആ മൂടി വെച്ച ആളുണ്ടല്ലോ പുറകിൽ കൂടെ, നമ്മുടെ സ്റ്റേജിൻ്റെ പുറകിൽ കൂടെ അയാൾ വരുക. കാരണം അയാളെ തന്നെയായിരുന്നു മൂടി വെച്ച് ഞങ്ങൾ കണ്ടത്, അയാൾ ആരാണെന്നൊക്കെ. പക്ഷേ ഇനിയിപ്പോൾ ഇത് തുറക്കുമ്പം ഇത് താനോസും ആവും. പിന്നെ നമ്മൾ കണ്ടത് മൂടിയിരുന്ന ദേണ്ടടായ സ്റ്റേജിൽ കൂടെ നടന്നു വരികയും ചെയ്യുന്നു. ഇത് ഭയങ്കര അത്ഭുതം. അയാൾ ഇറങ്ങി വരുന്നു. അയാൾ നമ്മൾ കണ്ടത് ഇയാളെയായിരുന്നു മൂടിയിട്ടത്. പക്ഷെ ഇപ്പം ഇയാളാരാന്ന് അറിയത്തില്ല. ഇതിപ്പോൾ താനോസ് എന്ന് പറഞ്ഞ ആളാന്ന് തോന്നുന്നു. ഇത് ഡെഡ് പൂളെന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് ഡെഡ് പൂളാണ്. ഏതായാലും അത് അടിപൊളിയായിപ്പോയി. പിന്നൂനും ഭയങ്കര എക്സൈറ്റഡായി. ആ സമയത്ത് ലൈറ്റൊക്കെ അവർ ഓണാക്കി അയാൾ വരുന്ന സമയത്ത്. അപ്പം നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റേജ് മൊത്തം ആളായിരുന്നു, നല്ല ഫുള്ളി ആളുകൾ ഫുൾ പാക്ഡായിരുന്നു. ഏതായാലും അയാൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും നല്ല കാര്യമായിട്ട് ഉടുപ്പ് മാറുന്നുണ്ടായിരുന്നു മജീഷ്യൻ. പക്ഷേ ഏതായാലും എല്ലാ മാജിക്കും നല്ല ക്ലാസ്സി ആയിരുന്നു. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ നമ്മുടെ മജീഷ്യനാണ് ഓരോരുത്തരെ ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ എടുക്കുവേ. ആ തുണി ഇങ്ങനെ കറക്കി അതിനകത്ത് അയാൾക്കൊരു മനുഷ്യനാവും. പിന്നെ ഒരു തുണി ചുമ്മാ ഒരു ടവലങ്ങ് എടുത്തു, അയാളിങ്ങനെ കറക്കി അതൊരു മനുഷ്യനാവും. അത് ഭയങ്കര നമ്മുടെ മുന്നേ വെച്ച് നടക്കുന്നതാണ്, ഒരു തുണിയാണ്. അത് കഴിഞ്ഞിങ്ങനെ ഓരോരോ മനുഷ്യനത് എല്ലാം കഴിഞ്ഞിട്ട് അതിനകത്ത് ആ കബേർഡിനകത്തായിരുന്നു എല്ലാവരും ഇരുന്നത്. എന്നിട്ട് വേണ്ടടാ അയാളാണ് ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് അവസാനം രണ്ടാമത്തെ അയാളായി. ഏത് മാജിക്കാന്ന് വെച്ചാൽ ഇവർക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ഒരു പെങ്കൊച്ചിനെ വേണം. ഏതായാലും മിന്നുവിന് നല്ല സന്തോഷമായി. മിന്നു അതിൻ്റെ താഴെ പോയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ പിള്ളേരെ ചൂസ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ വേണ്ടടാ മിന്നുവും പോയി. പക്ഷേ അയാളിപ്പം ചൂസ് ചെയ്യാൻ പോകുന്നത് മിന്നുവിൻ്റെ അടുത്ത് നിൽക്കുന്ന കൊച്ചിൻ്റെ ഹൈറ്റ് അയാൾക്ക് വേണ്ടത്. അപ്പം മിന്നുവൊക്കെ വളരെ ആകാംക്ഷയോടെ വിളിക്കും. ഞങ്ങളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, കൈ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്നും കൈ കാണിച്ചു. അപ്പം മിന്നിപ്പോൾ നമ്മളെ കൈ കാണിച്ചു. പക്ഷേ ഏതായാലും അവളുടെ ഹൈറ്റ് അല്ല അവർക്ക് വേണ്ട, അവർക്ക് ആ ഉടുപ്പിൻ്റെ പാകത്തിലുള്ള ഹൈറ്റുള്ള കൊച്ചിനെയാണ് വേണ്ടത്. ഏതായാലും അവർ അവസാനം മിന്നുവിൻ്റെ അടുത്തിരിക്കുന്ന കൊച്ചിനെയാണ് വിളിച്ചത്. ഏതായാലും ആ കുഞ്ഞിൻ്റെ വീട്ടുകാർക്ക് നല്ല സന്തോഷമായി കാണും. കുഞ്ഞിപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിട്ട് മാറുകയാണ്. 3 പേരെ ആദ്യം എടുത്ത് അവർ ആ സെയിം ഹൈറ്റിൽ നോക്കിയിട്ട് അത് കഴിഞ്ഞ് ഇവിടുന്ന് ഈ മോളെ എടുക്കും. ഫൈനലി അവർ ചൂസ് ചെയ്യുന്നത് ഈ മോളെയാണ്. ബിക്കോസ് ഷീ ഹാസ് കംഫർട്ടബിൾ ഹൈറ്റ് ദെയർ. ഇവരോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞപ്പോഴത്തേക്കിന് ഇവരെല്ലാം അവിടെ കയറിയിരിക്കുക സ്റ്റേജിൽ.
ഇവരോട് വീട്ടിൽ സീറ്റിൽ പോയിരുന്നോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും അങ്ങനെ മിന്നുവിന് ചുമ്മാ ഒന്ന് സ്റ്റേജിൽ കയറാനുള്ളൊരു അവസരം കിട്ടി. നോക്കി നോക്കി നിൽക്കുക എവിടെയെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന്. ഏതായാലും ഇത് ഭയങ്കര അത്ഭുതമാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ നിർത്തിയ സ്ഥലത്ത് നിന്നെല്ലാം ആ കമ്പും കോലും എല്ലാം എടുത്ത് മാറ്റി. അറിയത്തില്ല എങ്ങനെയാണ് കൊച്ചു അത്രയും നേരം അവിടെ നിന്നതെന്ന്. അല്ല ഹിപ്നോട്ടൈസും ചെയ്താണോ കൊച്ചിനെ നിർത്തിയതെന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും കൊച്ചു നല്ല ആത്മാർത്ഥമായിട്ട് അവിടെ നിന്നു, വിത്തൗട്ട് എനി സപ്പോർട്ട്. അത് ഭയങ്കരമായിരുന്നു. അത് ഇവർ തന്നെ അറേഞ്ച് ചെയ്ത കൊച്ചാണോ എന്ന് വരെ ഞാൻ സംശയിച്ചു പോയി. കാരണം ആ കൊച്ചിന് ഒരു കുലുക്കവും ഇല്ല, ഒരു പേടിയില്ല. പക്ഷെ താഴെ ബേസ് ഒന്നുമില്ല കൊച്ചിൻ്റെ ബേസിൽ. എങ്ങനെയാണ് കൊച്ച് സ്റ്റാൻഡ് ചെയ്ത് അവിടെ നിൽക്കും? പക്ഷേ ഏതായാലും അയാളത് കയ്യിൽ സാധനവും കൊടുത്തു. എൻ്റെ ബേസും ഇല്ല, സപ്പോർട്ടും ഇല്ല, ബാലൻസും ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഏതായാലും കൊച്ചിൻ്റെ മൊത്തം മാറ്റി കേട്ടോ. 2 സപ്പോർട്ടും മാറ്റി, താഴത്തെ സപ്പോർട്ടും മാറ്റി. അവർ ഈ സാധനം ഇട്ട് നോക്കുക. മിന്നു ഇടയ്ക്ക് വിചാരിച്ചു ഹൂലാ ഹോപ്പ് കണ്ടപ്പോൾ അവളെ കൊണ്ട് ഹൂലാ ഹൂപ്പ് ചെയ്യിക്കുമായിരിക്കും. അതാണ് മെയിൻലി അവൾ വിചാരിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. ഏതായാലും അവരെന്താ താഴ്വര ഇത് കൊണ്ടുവരാൻ. ഏതായാലും അയാൾ അതുകൊണ്ട് സപ്പോർട്ട് വെച്ച് തിരിച്ച കൊച്ചിനെ ഇറക്കാൻ വേണ്ടിയുള്ള ഇതില്ല. ഏതായാലും ഇത് ഭയങ്കര അത്ഭുതമായിപ്പോയി കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര മാജിക്കിൻ്റെ പലതരത്തിലും കണ്ടിട്ടില്ലേ ഇതിങ്ങനെ. ഏതായാലും അയാൾ കയ്യിൽ നിന്നെല്ലാ സാധനവും മേടിച്ച കൊച്ചിനെ തിരിച്ച് സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരികയാണ്. ഏതായാലും ആ കൊച്ച് അടിപൊളിയായിട്ട് ചെയ്തു. കൊച്ചിനൊരു പ്രശ്നവുമില്ല. എനിക്ക് തോന്നുന്ന കൊച്ചിൻ്റെ അനക്കവും ഇല്ല. പേടിച്ചു പോയി എന്ത് പറ്റിയെന്ന്. പക്ഷേ ഏതായാലും കൊച്ച് നല്ല കാര്യമായിട്ട് ഫുൾ കോപ്പറേഷനായിരുന്നു. എന്നിട്ട് കൊച്ച് നല്ല ആത്മാർത്ഥമായിട്ട് ഇറങ്ങി അങ്ങ് പോയി. ഇതിനകത്തൊരു മനുഷ്യനുണ്ടായിരുന്നേ. അയാളെ വെച്ചാൽ ഇത് പൂട്ടിയത്. എന്നിട്ട് ഇവരിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുക. ഇപ്പോൾ അത് തിരിച്ച് അയാളെ കൊണ്ടിരിക്കുക. ഇതിനകത്ത് എങ്ങനെ ഒരു മനുഷ്യൻ നിൽക്കുന്നതുകൊണ്ട് ആ സാധനമൊക്കെ കുത്തി കയറ്റിയേക്കുമായിരുന്നു. എന്നിട്ട് ആ മനുഷ്യൻ അതിനകത്തുണ്ട് താനും. ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റുകയാണ്. ആ ബ്ലേഡൊക്കെ കുത്തി കയറ്റിയേക്കുമായിരുന്നു. ഇപ്പോൾ അതിനകത്ത് നിന്ന് മനുഷ്യൻ ഇറങ്ങി വരുന്നു. അതൊക്കെ എന്തോ അത്ഭുതമാണെന്നൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. ഇയാളെന്തോ മീൻസ് കണ്ടിട്ടില്ലാത്തൊരു മാജിക്കായിരുന്നു. ഇതിനകത്ത് ഒരു മനുഷ്യനെ കിടത്തിയേക്കുവാണ്. എന്നിട്ട് ഇവർ ഇതിനകത്തെല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ കുറേ എണ്ണം. ആ മനുഷ്യൻ അതിനകത്ത് കിടക്കും. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മൾ കണ്ടത് എന്തുമാത്രം സൈസ് ഉണ്ടെന്നും ഒക്കെ. എന്നിട്ട് ഇയാളെ ചെയ്യുവാണ്. ഇത് ബ്ലേഡ് നല്ല ശബ്ദമുള്ള ബ്ലേഡ് തന്നെയാണ് കേട്ടോ. ആ ബ്ലേഡ് വെച്ച് അയാൾ കണ്ടിട്ട് തോന്നുന്നില്ല ഇങ്ങനെ നമ്മുടെ ചില ബ്ലേഡുകളുണ്ടല്ലോ ഇങ്ങനെ ഇതേ വരുമ്പോഴത്തേക്കിനും മുകളിലോട്ട് കയറി പോകുന്നത്. അതുപോലും ആണോ എന്നറിയത്തില്ല. പക്ഷേ ഏതായാലും ഇനി ചെയ്യുന്നത് കാണുമ്പോൾ പേടിയാവും. കാരണം മറ്റതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെ കയറ്റി പക്ഷെ പിന്നെ ഇറക്കിയതല്ലേ. പക്ഷേ ഇത് സംഭവം കുറച്ച് വ്യത്യസ്തമാണ്. നമുക്ക് കാണാം എന്തുവാ ചെയ്യുന്നതെന്ന്. ഇതൊക്കെ ഒരുമാതിരി ആർട്ടിഫിഷ്യലായിട്ടൊക്കെയാണ് തോന്നിയത്. കാരണം നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഇത് വേറൊരു സ്ഥലത്തൂടെ കയറി പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഊഹിക്കാവേ. പക്ഷേ ഇതിനകത്ത് ഭയങ്കരം എന്ന് നമ്മൾ പറയുന്നത് ഇതൊന്നുമല്ല, ഇനി വരുന്നതാണ്. അയാൾ എന്തോ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇപ്പം നമ്മളെ സൈഡിലെല്ലാം കാണിക്കുക. ഇതിനകത്ത് എന്തുമാത്രം ഇയാൾ മാത്രമേ ഉള്ളൂ. പുറകിലായിട്ടിങ്ങനെ സ്ഥലമൊന്നുമില്ല. ഇയാൾ മാത്രം കിടക്കുന്ന ഒരു സ്ഥലം എന്നാണ് കണ്ടു. ഇനിയാണ് മാജിക്കിൻ്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, മജീഷ്യന് ഇഷ്ടംപോലെ ഉടുപ്പുണ്ടെന്ന് മനസ്സിലായി. ഏതായാലും തുറക്കാൻ പോവാ. ഇതാണ് സഹിക്കുകയല്ലാത്ത കേട്ടോ. അയാൾ അത് പൊക്കി. അപ്പം അയാൾ അവിടെ കിടക്കേണ്ട ആളല്ലേ. അത് കൈയിട്ടു. അത്രയും ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റും. അയാളുടെ കാല് ഇതായിരിക്കും മനസ്സിലായത്. ഇതെന്തോ ഇയാൾ കാണിക്കുന്നത്. അവളിനി കാണിക്കും അവിടെ ഇവിടെ അല്ലത് ഇവിടെ എല്ലാതേ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ആ മനുഷ്യൻ്റെ ബോഡി മാറ്റാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അതെങ്ങനെയാണ് ഈ സാധിക്കുന്നതെന്ന് അതറിയത്തില്ല. എങ്ങനെയാണ് ഇയാളത് ചെയ്തതെന്ന്. ഏതായാലും അയാൾ കൈ വിട്ടു അതിൻ്റെ ഇടയ്ക്ക്. ഇയാളുടെ കൈ വെച്ചിട്ടുള്ള മാജിക്ക് പോലെ തന്നെ ഈ മനുഷ്യൻ്റെ ബോഡി വെച്ചിട്ട് അയാൾ മാജിക്ക് കാണിക്കുക. ഏതായാലും വളരെ ആകാംക്ഷയോടെ നമ്മളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ശരിക്കും പറയേണ്ടതായിട്ടുള്ളത്.
തിരിച്ചു വെക്കുകയാണ്. എനിക്ക് ഇയാളെല്ലാം എടുത്തു കഴിയുമ്പോൾ ആ മനുഷ്യൻ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ചെഴുന്നേറ്റ് വരും. എന്തൊക്കെയാണല്ലേ മാജിക്കിലൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എവിടം വരെയൊക്കെ ആളുകൾ ചെയ്യുന്നതെന്ന് വളരെ അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കുന്നത്. പണ്ടൊക്കെ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം കാണിക്കുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അതിനും എത്രയോ മുകളിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. പിന്നീട് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റേജിൽ ബ്ലഡ് വരുന്നത് അലൗഡ് അല്ലല്ലോ. അപ്പോൾ ബ്ലഡ് ഇല്ലാത്തൊരു സർജറി ആണെന്നാണ് അയാൾ ഇതിനെ വിശേഷിപ്പിച്ചത്. ഏതായാലും ദേണ്ടടാ ആ മനുഷ്യൻ പാവം എഴുന്നേറ്റ് വരുന്നത് നമുക്ക് കാണാം. അല്ല, എഴുന്നേൽക്കുന്നില്ലായോ? എന്ത് പറ്റിയേക്ക്? ജീവൻ വെക്കുമായിരിക്കും. എഴുന്നേറ്റ് വരുന്നു. ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ദേണ്ടടാ വരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ അതിനകത്ത് നിന്നൊരു ഒരു ഒരു ടവലിങ്ങനെ അതിനകത്തിട്ട്, അപ്പോൾ ആ ടവലിങ്ങനെ ചാടി നിൽക്കുന്ന ഒരു ടവലാണ്. ആ ചാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ടവലിങ്ങനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായല്ലോ മജീഷ്യൻ. പിള്ളേരെല്ലാം ഓട്ടം. അപ്പം ഞാൻ മിന്നുവിനോട് പറഞ്ഞിട്ട് നീയും വേണേ പൊക്കോളെ, അവൾക്ക് പോകാനേ പറ്റുന്നില്ല. അവസാനം അവൾ എങ്ങനെയൊക്കെയോ ചാടി ഇറങ്ങി പോയി. പിന്നെ അയാളപ്പോഴത്തേക്കിനും സ്റ്റേജിലോട്ടും പോയി. പിന്നെ അവൾ തിരിച്ച് നമ്മുടെ കൂടെ വന്നിരുന്നു. പുതിയ ഹെയർ സ്റ്റൈലാണ്, മിന്നു തന്നെ ഉണ്ടാക്കിയെടുത്ത ഹെയർ സ്റ്റൈലാണ്. ഏതായാലും വലിയ സന്തോഷത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബോറടിക്കാൻ തുടങ്ങി. അവർക്ക് വലിയ ആഗ്രഹം ഡൈനോസർ ഇതുവരെ വന്നില്ലല്ലോ എന്നാണ്. ഏതായാലും അടുത്തത് ഇയാൾ അലാവുദ്ദീൻ്റെ ഒരു മാജിക്കാണ്. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ തട്ടി കളിച്ച് അത് പെട്ടെന്ന് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഈ തുണി വെച്ച് കഴിഞ്ഞപ്പോൾ വേറൊരെണ്ണം കണ്ടു, അതിൻ്റെ കൂടെ കുറച്ച് കളിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ അയാളിങ്ങനെ പറത്തി വിടും. ഇതെല്ലാം ഒരു ലേസർ ടെക്നോളജി പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് ഇയാൾ അതിനെ പറത്തി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട ഇങ്ങനെ താഴെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കുട ഇങ്ങനെ അയാൾ ചെയ്യുമ്പോൾ വരും. ഇത് അടുത്ത കുട വന്നു. ഇത് ആളുകൾ അവിടെ നിന്ന് കുട ചിരിക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. കാരണം നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തതുകൊണ്ട് നമുക്കധികം കാണത്തില്ല. ഇത് റിഫ്ലക്ഷൻ ലൈറ്റുകൾ ഉപയോഗിച്ച് അയാൾ ചെയ്യുന്നതാണ്. ജപ്പാനിൽ നിന്നും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇയാൾ ഈ സാധനങ്ങളെല്ലാം മേടിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇയാളിങ്ങനെ ഓൾ വേൾഡ് ട്രിപ്പ് അടിച്ച് അവിടെയൊക്കെ ഓരോ പ്രോഗ്രാം ചെയ്തിട്ട് അവിടെ നിന്നുള്ള വലിയ മജീഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെയാണ്. പിന്നെ ഇയാൾ എൻജിനീയറാണ്. വളരെ വിദഗ്ധമായിട്ട് ഇതിനെ വളരെ പ്രൊഫഷണലായിട്ട് മാജിക് ഇവർ 4 തലമുറയായിട്ട് ഇവർ ചെയ്യുന്ന ആളുകളാണ്. അപ്പം അവിടെ ഇയാളുടെ മകനും ഒരു മജീഷ്യനാണ്. ഇവർ വളരെ പ്രൊഫഷണലായിട്ട് US നിന്നൊക്കെ കോഴ്സ് എടുത്താണ് ഇത് പഠിച്ചത്. അപ്പം അങ്ങനെ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാലും ഈ മാജിക്ക് വളരെ ക്വാളിറ്റി ഉള്ളൊരു മാജിക്ക് തന്നെയായിരുന്നു. ഒരു വേർത്തായിരുന്നു മാജിക് ഷോ. ഒരു 500 രൂപയാണ് ഷോയ്ക്ക് വിലയുണ്ടായിരുന്നത്. ഇറ്റ് വാസ് വർത്ത് വാച്ചിങ്. 2 hours ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വർത്ത്. പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ വരും. പിന്നെ ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. ഏതായാലും മിന്നു വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഡൈനോസർ വരുന്നതാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, മോളെ ഡൈനോസർ ഒന്നും കാണത്തില്ല, മോള് മര്യാദയ്ക്ക് ഇത് ഉള്ളത് സന്തോഷമായിട്ട് കണ്ടുകൊണ്ടാൻ പറഞ്ഞ് ഇരുത്തിയേക്കുമായിരുന്നു. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പം അവൾക്കൊരു സന്തോഷമായിരുന്നുള്ള രീതിയിൽ പതുക്കെ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളെ കണ്ടപ്പം അവൾക്ക് വലിയ പേടിച്ചു പോയി. അസ്ഥികൂടമൊക്കെയാണ് കാണിക്കുന്നത്. ദേണ്ടടാ അവസാനം വന്നപ്പോൾ ഡൈനോസർ തന്നെ വന്നു. ഏതായാലും ഇത് ലേസറിൻ്റെ ഇതും പിന്നെ അകത്തൊരു മനുഷ്യനും ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും മിന്നുവിന് സന്തോഷമായി ഡൈനോസറെ കണ്ടപ്പോൾ. പിന്നെ ചോദിക്കുമോ ഇത്രയും ചെറുതാണോ ഡൈനോസർ എന്ന്. ഡൈനോസർ കുറച്ചുകൂടെ വലുതല്ലേ എന്ന്. ഏതായാലും ഈ ഡൈനോസറിനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാൻ ഞങ്ങൾ പറഞ്ഞു. ഏതായാലും ഇനി ഇവിടെ തമ്മിലൊരു യുദ്ധമാണ്. ഇതിൻ്റെ ഭയങ്കര രസം എന്നാണെന്നറിയാമോ, ഈ മജീഷ്യൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ ആ മെയിൻ ആളാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇയാൾ പെട്ടെന്ന് മാഞ്ഞു. ഈ ഒരു ഫൈറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഡൈനോസർ മരിക്കും, ഇയാൾ പതുക്കെ മാഞ്ഞു പോവേ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇത് ലൈറ്റ് ഇടും.
ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേനും ദേണ്ടടാ ആ മജീഷ്യൻ, നമ്മൾ വിചാരിച്ചത് ഈ മജീഷ്യൻ മറ്റേ ആളാണെന്നല്ലേ, പക്ഷേ നമ്മുടെ ആ മജീഷ്യൻ പുറകിൽ നിന്ന് വരും. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ചെയ്യുന്നത് നമ്മുടെ മെയിൻ മജീഷ്യൻ അല്ല, വേറെ ആരോ അയാളുടെ അസിസ്റ്റൻ്റായി ചെയ്യുന്നത്. കാരണം മുഖമില്ലല്ലോ. അത് കഴിയുമ്പോഴത്തേക്കിന് ഇയാൾ ആവിയായിട്ട് പോകും. നോക്കിക്കോണേ, ഇയാൾ കുറച്ച് കഴിയുമ്പോൾ ആവിയായിട്ട് പോയി 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 എന്നിട്ട് നമ്മളെ കാണിക്കും ദേണ്ടട മജീഷ്യൻ ഓഡിയൻസിൽ നിന്ന് വരുന്നതായിട്ട്. ഏതായാലും ഡൈനോസർ പോയി കിട്ടി. ഇനി ഇയാൾ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ജയിച്ചു. ഇനി ഇയാൾ പതുക്കെ ഈ സാധനത്തിനകത്ത് കയറിയിട്ട് പതുക്കെ 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 ഇയാളങ്ങ് ഇല്ലാതായേ. എന്നിട്ട് പെട്ടെന്ന് ലൈറ്റ് ഓണാവും. ഇയാളങ്ങ് ഇല്ലാതായി. അപ്പോൾ നമ്മൾ ചോദിച്ചു അയ്യോ 2000 പോയല്ലോ എന്ന് വിചാരിച്ച് ഇത് അടയുമ്പോൾ ദേണ്ടട അയാൾ പുറകിൽ നിന്ന് വരും. ആസ് ഇഫ് അയാൾ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ള രീതിയിൽ. വി ഡോണ്ട് നോ വാട്ട് ഈസ് ട്രൂ. പക്ഷേ എനിവേ ഇറ്റ് വാസ് വെരി വർത്ത് വാച്ചിങ്.